الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولا تقتلوا النفس التي حرم الله إلا بالحق ومن قتل مظلوما فقد جعلنا لوليه سلطانا فلا يسرف في القتل إنه كان منصورا. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പാലിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തോടൊപ്പം സത്യത്തിലായിക്കൊണ്ട് ജീവിച്ച് വിജയം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവൻ്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യരാശിക്ക് അവൻ കാണിച്ചു കൊടുത്തിട്ടുള്ള സന്മാർഗം പിന്തുടർന്നുകൊണ്ട് ഇഹത്തിലും പരത്തിലും വിജയം വരിക്കുവാനും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരുവാനുമുള്ള അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ 1-2 ഖുതുബകൾ അതിൻ്റെ ഒരു സാരത്തെ കുറച്ചുകൂടി റെട്ടറിക്കായിട്ട് സംഗ്രഹിച്ചാൽ ഒരുപക്ഷെ ആ വാക്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ പറഞ്ഞു വന്നത് ഈ ലോകത്ത് ഒരു മഹാപ്രളയം അരങ്ങേറാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം ഒരു പേടകത്തിൻ്റെ പണിയും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഇഫ് എ ഡെലൂഷ് ഈസ് ഒക്യൂറിംഗ് ഇൻ ദിസ് എർത്ത് ഇറ്റ് മീൻസ് ദാറ്റ് വർക്ക് ഹാസ് ബിഗൺ ഓൺ ആൻ ആർക്ക്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ആധുനിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം വിശകലനം ചെയ്യുന്നത് വെറുതെ അല്ല. ഈ ആർക്ക് കണ്ടെത്തുക എന്നത് നമ്മുടെ ഒരു പരമ ലക്ഷ്യമായിട്ട് മാറണം. ഇത് പറയുമ്പോൾ നമുക്ക് മുന്നിലുള്ള വളരെ ഖേദകരമായ അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായ കുറെ സംഭവ വികാസങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നീറ്റൽ എന്ന് പറയുന്നത് ഫലസ്തീനാണ്, ഗസയാണ്. ഒരുപക്ഷെ അതിനേക്കാളും വലിയ വേദനകളൊന്നും വ്യക്തിപരമായി പോലും നമ്മളാരും ഇന്ന് അനുഭവിക്കുന്നുണ്ടാവില്ല എന്ന് തന്നെയല്ല, നമ്മുടെ വൈയക്തികമായിട്ടുള്ള മനോവ്യഥകളെയും അതുമായി ബന്ധപ്പെട്ട ഇച്ഛാഭംഗങ്ങളെയും ഒക്കെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഫലസ്തീൻ ഗസ എന്ന വിഷയത്തിൽ മാത്രം കേന്ദ്രീകൃതമായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. അല്ലെങ്കിലും ഈ സന്ദർഭത്തിൽ
സ്വന്തം കാര്യം ഓർമ്മിക്കാൻ ആർക്കാണ് പറ്റുക? അത്രമേൽ ഭീതിതമായ ഒരവസ്ഥ. സാധാരണഗതിയിൽ അതിൻ്റെ ഭാവി എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിലെ നവദേശീയതയുടെ അപ്പോസ്തോലൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അപകടകാരിയായ ഒരു കോമാളി ഒരു സമാധാന നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഗസയുടെ ഭരണം എനിക്കും എൻ്റെ അളിയനും തരണം. പിന്നെന്താ, അവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്ന സംഘടന ഇല്ലാതാകുമെന്ന് അവർ തന്നെ ഒപ്പിട്ട് തരണം. വളരെ രസകരമാണ് ചിലപ്പോഴും വ്യവസ്ഥകളൊക്കെ. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നപ്പോൾ അറബ് രാജ്യങ്ങളെന്ന് പറഞ്ഞുകൂടാ, മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്ന വളരെ വിചിത്രമായൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അതൊരു പക്ഷേ കഴിഞ്ഞ ഖുതുബയിൽ അനുസ്മരിച്ച ഇമാം മുഹമ്മദ് അബ്ദുഹുവിൽ ആരോപിക്കപ്പെടുന്ന ഒരു വർത്തമാനവുമായിട്ട് നമ്മളതിനെ ബന്ധപ്പെടുത്തിയിരുന്നു. യൂറോപ്പിൽ മുഴുവൻ സഞ്ചരിച്ചപ്പോൾ പലയിടത്തും ഇസ്ലാമിനെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു, മുസ്ലിങ്ങളില്ലായിരുന്നെങ്കിലും. അറേബ്യയിലുടനീളം സഞ്ചരിച്ചപ്പോൾ ധാരാളം മുസ്ലിങ്ങളെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു, പക്ഷെ അവിടെ എവിടെയും ഇസ്ലാം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അത്തരം സംഗതികളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരികയാണ് ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി അമേരിക്കയല്ലാതെ മറ്റൊരു ലോകമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ അയാൾക്ക് യഹൂദ ദേശീയതയോടുള്ള പ്രണയം പോലും അതിൻ്റെ ഒരു ആധാരത്തിൽ മാത്രമാണ്. ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഏറ്റവും വിചിത്രമായൊരു സംഗതി അതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം രണ്ടാം ലോക യുദ്ധകാലത്ത് മുസോളിനിയുടെ ഫാഷിസം, ഹിറ്റ്ലറുടെ നാത്സിസം, അതോടൊപ്പം ജപ്പാനിൽ രൂപപ്പെട്ട ഷോവ നാഷണലിസം, ജപ്പാനും കൂടി അതിൽ പെട്ടത് കൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാർ ഏഷ്യയിലും കൂടി വന്നത്. ഇല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ പോലെ തന്നെ അത് യൂറോപ്പിന്റെ മാത്രം പ്രശ്നമായി മാറുമായിരുന്നു. അപ്പൊ ഇത് മൂന്നുമായിരുന്നു ആക്സിസ് പവേഴ്സ്. അതിനെ പറയാറുള്ളത് തന്നെ റോം, ബെർലിൻ, ടോക്കിയോ ആക്സിസ് എന്നാണ്. എന്താണ് ഈ മൂന്ന് രാജ്യങ്ങളുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ, അതിതീവ്രമായ ദേശീയത. ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ വേണ്ടൂ എന്ന് ചിന്തിക്കുന്ന സ്വഭാവത്തിന്. പക്ഷെ ഇവ തമ്മിൽ വലിയ അന്തരമുണ്ട്. എങ്ങാനും സെക്കൻഡ് വേൾഡ് വാറിൽ ഈ ആക്സിസ് പവേഴ്സിന്റെ കയ്യിൽ ലോകം അമർന്നു നോക്കുക, പിന്നെ അവര് തമ്മിലായിക്കോളും. കാരണം ലോകത്തെ ഏറ്റവും വിശിഷ്ടരായ ജനവിഭാഗം ജാപ്പനീസ് ആണെന്നാണ് ഷോവ നാഷണലിസത്തിന്റെ സിദ്ധാന്തം. മാത്രവുമല്ല അവരുടെ മതവിശ്വാസവും അങ്ങനെയാണ്. ഒരു ഇമ്പീരിയൽ കൾട്ട് വെച്ചു പുലർത്തിയിരുന്ന ഒരു മതവിശ്വാസികളായിരുന്നു അവർ. സെക്കൻഡ് വേൾഡ് വാറോട് കൂടിയാൽ തന്നെയാണ് അതും പൊളിഞ്ഞത്. കാരണം സൂര്യദേവിയുടെ പൗത്രന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് 1940-കൾ വരെ വിശ്വസിച്ചിരുന്നതാണ്. പഴയ കാലത്തുള്ള ഒന്നുമല്ല. അപ്പൊ അങ്ങനെ വിശ്വസിച്ച്, പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി ജപ്പാൻ പാടെ തകർന്നു. അതിന്റെ 2 നഗരങ്ങളാണ് അമേരിക്ക ആറ്റം ബോംബ് വെച്ച് തകർത്തത്. മാത്രവുമല്ല പിന്നീടുണ്ടായ ഉടമ്പടിയിൽ ജർമ്മനിക്കും ഇറ്റലിക്കും ഉണ്ടായ അതേ ക്ഷീണം ജപ്പാനും ഉണ്ടായി. ഇതോടെ ചക്രവർത്തിക്ക് തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു, ഈ വിശ്വാസമൊന്നും ശരിയല്ല, ഞാൻ വെറും ഭരണാധികാരി മാത്രമാണ്, അല്ലാതെ സൂര്യദേവിയുടെ മോന്റെ കുട്ടിയൊന്നുമല്ല എന്ന് അയാൾക്ക് തന്നെ പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഡിവൈൻ ഇമ്പീരിയലിസം, ഒരു ഇമ്പീരിയൽ കൾട്ട് നിലനിൽക്കുന്ന ജപ്പാനും ഇറ്റലി എന്ന് പറയുന്ന ഒരു ദേശപരിധിയുമായി ബന്ധപ്പെട്ട ഒരു ഫാഷിസ്റ്റ് കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന, അതൊരു എക്സ്പാൻഷനിസ്റ്റ് വീക്ഷണവും കൂടിയാണ്. ഇറ്റലി ഈ കാണുന്നതല്ല, അതിനേക്കാളും വലുതാവേണ്ടതാണ്. പഴയ റോമാ സാമ്രാജ്യത്തിന്റെ നൊസ്റ്റാൾജിയാണ്. റോമാ സാമ്രാജ്യത്തിന്റെ ക്രൈസ്തവ വിശ്വാസം അതിൽ പങ്കുചേർന്നിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള വേറെ വിഷയമാണ്. റോം എന്ന് പറഞ്ഞാൽ ഇറ്റലിയാണ്. അപ്പൊ അതിന്റെ ആ ഒരു നൊസ്റ്റാൾജിയയിൽ നിന്നുകൊണ്ടുള്ള ഒരു ദേശീയത എന്ന് പറയുന്ന മുസോളിനിയൻ കാഴ്ചപ്പാട്. എന്നാൽ ഹിറ്റ്ലറുടേത് തനി വംശീയവാദപരമാണ്. അത് ആര്യൻ സിപ്രമസി, അല്ലെങ്കിൽ ആര്യൻസിൽ തന്നെയുള്ള ജർമാനിക് ജനതയുടെ സിപ്രമസി എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് അയാൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഇത് മൂന്നും തമ്മിൽ യോജിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സെക്കൻഡ് വേൾഡ് വാറിൽ അഥവാ ആക്സിസ് പവേഴ്സിന് വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് മൂന്നും തമ്മിൽ തല്ലിക്കോളും. പിന്നെ
ഇതുപോലെയാണ് ഇന്ന് ആത്യന്തികമായിട്ടുള്ള വിജയം വംശീയ ശക്തികൾക്ക് കിട്ടുന്നില്ല. എന്നാൽ ലോകത്തുള്ള വംശീയ ശക്തികളൊക്കെ ഒന്നാണ്. അവരൊക്കെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്ത് തന്നെയും സാധാരണ ജനങ്ങൾക്കിടയിൽ അങ്ങേയറ്റം വെറുപ്പ് വിതക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസ്വസ്ഥമാക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗസയിൽ കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ, അവിടെ ആളുകൾ പിടയുമ്പോൾ, ഭക്ഷണവും മറ്റ് അനിവാര്യമായിട്ടുള്ള സംഗതികളും ഒക്കെ തടയപ്പെട്ടിട്ട് ഒരു ജനത മുഴുവൻ ഞെരുക്കം അനുഭവിക്കുമ്പോൾ, അതിലുള്ള ഓരോ സംഭവവും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആനന്ദിക്കുകയും അറുമാദിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണാം. അത്തരം മേഖലകളിൽ നമ്മൾ സജീവമാണെങ്കിൽ നമ്മുടെ കണ്ണിൽ അവർ പെട്ടിട്ടുണ്ടാവും. കൂടുതലും ഇന്ത്യക്കാർ നമ്മുടെ നാട്ടിൽ. അതിനേക്കാളും പ്രബുദ്ധ മലയാളികളും ആ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ്. മലയാളിയെ പ്രബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ലോകത്ത് മലയാളി മാത്രമാണ് എന്നത് വേറൊരു തമാശയാണ്. മലയാളികളല്ലാത്ത വേറെ ആരെങ്കിലും മലയാളിയുടെ ഈ പ്രബുദ്ധത വകവെച്ചിരോ എന്നറിയില്ല. നമുക്ക് നമ്മളെ കുറിച്ച് എന്തും പറയാലോ. ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതുപോലെയാണത്. പക്ഷെ മലയാളികൾ അടക്കം ഇതിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം വെറുപ്പ് അവരുടെ മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അപ്പോഴങ്ങനെയൊക്കെ വളരെ ഒരു പ്രതീക്ഷയറ്റ് നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് ലോകത്ത് സംജാതമായിരിക്കുന്നു നല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെയാണ് നമ്മൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആർക്കിനെ കാൽപ്പനികമായി പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു പ്രവാചകൻ വന്നിട്ടാവണമെന്നില്ല. പ്രവാചകന്മാർ മനുഷ്യർക്ക് മാതൃകകൾ സമർപ്പിച്ച് കടന്നുപോയി. അങ്ങനെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കടന്നുപോയി. ഇനി ഒരു നബിയും വരില്ല. പക്ഷെ ആ നബിമാരുടെ മുഴുവൻ മാതൃകകളും നമുക്ക് പിന്തുടരാനുള്ളതാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. അതിലുള്ളതൊക്കെ തുടർന്നും സംഭവിക്കുമെന്നുള്ളതാണ്. ചില മൊയ്ജിസാത്തുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് പ്രവാചകന്മാർക്ക് സവിശേഷമായിട്ടുള്ളതാണ്. ചരിത്രം അതുപോലെ അങ്ങോട്ട് ആവർത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരു പ്രളയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം ഒരാർക്കിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ലോകത്തെവിടെയോ അങ്ങനെ ഒന്ന് സംഭവിക്കാനിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ തന്നെ ആയിരിക്കോ? ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ആലോചിച്ചു നോക്കൂ. യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും എന്ന് പടച്ചോനൊരു താക്കീത് തരുന്നുണ്ട്. ഈ പറയുന്ന സമാധാന നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടുള്ള മുസ്ലിം രാജാക്കന്മാരൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഒക്കെ 5 നേരം നിസ്കരിക്കുന്നവരും ഖുർആൻ ഓതുന്നവരും ആണല്ലോ. നിങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ ജനതയെ പടച്ചോ കൊണ്ടിരുന്നാണ്. നിങ്ങളെ മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് തുടച്ചു മാറ്റി വൈപ്പ് ഔട്ട് ചെയ്തിട്ട് വേറൊരു ജനതയെ അള്ള പകരം കൊണ്ടുവരുന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഫലസ്തീനിൽ മരിക്കുന്നവർ നേരെ പടച്ചോന്റെ അടുത്തേക്കാണ്. അവരുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവരെ കുറിച്ചല്ലല്ലോ നമ്മൾ കരയേണ്ടത്. ഈ വാലാട്ടുന്ന രാജാക്കന്മാരെയും ആഗോള മുസ്ലിം സമൂഹത്തെയും കുറിച്ചാണല്ലോ, ഓർത്തിട്ടാണല്ലോ നമ്മൾ കരയേണ്ടത്. ഇവരുടെ അവസ്ഥ എന്താവും പടച്ചോനെ? യഥാർത്ഥത്തിൽ നമ്മൾ പേടിക്കേണ്ടത് അവരെ കുറിച്ചാണ്. അവരുടെ പ്രയാസങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്, കരയിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും പടച്ചോന്റെ അടുത്ത് അവരുടെ സ്ഥാനം കരസ്ഥമാക്കി കഴിഞ്ഞു. ആ ഒരു സന്തോഷം അവരെ കുറിച്ച് നമുക്കുണ്ട്. ഇതങ്ങനെയല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ഒരു ജീവിതം, നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. എന്തായിരുന്നാലും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത്, ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു യഥാർത്ഥത്തിലുള്ള ഒരു ഗ്ലോബൽ ഡെല്യൂഷന്റെ തന്നെ ചില ലക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ ചില വിശദാംശങ്ങളും പറഞ്ഞു. സെറ്റിലർ കൊളോണിയലിസത്തെ കുറിച്ച് പറഞ്ഞു, കുടിയേറ്റത്തെക്കുറിച്ച്, വളരെ മാരകവും പൈശാചികവുമായിട്ടുള്ള വംശീയതയെ സംബന്ധിച്ച്, അതിജീവനത്തിന്റെ ക്രൂരമായ തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ മതത്തെ സംബന്ധിച്ചുള്ള ഒരു ഭൗതികവാദ വീക്ഷണം, ഒരു മാർക്സിയ നിരീക്ഷണം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത് അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, മാർക്സ് പറയുന്നത് പോലെ ഇസ്ലാം മറ്റു മതങ്ങളുടെ കൂട്ടത്തിലാണല്ലോ ഇതിനെയും ചേർക്കുക സാധാരണഗതിയിൽ. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാർക്സ് പറയുന്നത് പോലെ ഭൗതിക സാഹചര്യങ്ങളുടെ സൃഷ്ടി അല്ല, മറിച്ച് അത് ഭൗതിക സാഹചര്യങ്ങളെ ധാർമ്മികമായി പരിവർത്തിപ്പിക്കുവാനും പുനഃസൃഷ്ടിക്കുവാനുമുള്ള ആഹ്വാനമാണ് എന്നുള്ളതാണ്. അത് കേവലം ഒരു വിശ്വാസവും ആരാധനയും ആത്മീയതയുമായിട്ട് ഒരു മൂലയിൽ കഴിഞ്ഞുകൂടുവാനുള്ള വിളിയല്ല, മറിച്ച് മനുഷ്യനും ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരു അധ്യാപനമാണ് എന്ന് മനസ്സിലാക്കണം. അത് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള കൽപ്പനയാണ്.
സാമ്പത്തിക സ്വാശ്രയത്വം നേടുവാനുള്ള ഒരു പിന്തുണയാണ്. അതോടൊപ്പം രാഷ്ട്രീയ ധാർമ്മികത സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്. ഇത്തരം മൂല്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു നിയമവ്യവസ്ഥ പടുത്തുയർത്തുവാനുള്ള കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു മനസ്സിലാക്കലിൽ വേണം നമ്മുടെ പരിശ്രമങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഈ സത്യത്തിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്നതല്ലാത്ത ബാക്കി എല്ലാം തകർന്നു പോകും എന്ന് തന്നെയാണല്ലോ ഖുർആൻ പറയുന്നത്. ഖുർആൻ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്നത് വെറുതെ കേട്ട് രസിക്കാനല്ലല്ലോ. വളരെ കൃത്യമായിട്ട് പറയുന്നത് അതിന്റെ അടയാളങ്ങളെ പോലും പടച്ച തമ്പുരാൻ വെറുതെ വിടൂല എന്നുകൂടി സൂചിപ്പിക്കുന്ന സ്വഭാവത്തിൽ. അത് നമ്മൾ പറഞ്ഞതാണ്. ഫിറഔനെ സംബന്ധിച്ച് പറയുമ്പോൾ ഫിറഔനെ മുക്കിക്കളഞ്ഞു എന്ന് മാത്രമല്ല, മാക്കാന യസ്നഉ വമാ യഅരിശൂൻ, അവരുണ്ടാക്കിക്കൊണ്ടിരുന്നതും അവർ വികസിപ്പിച്ചു കൊണ്ടിരുന്നതുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റം, അതോടൊപ്പം അവരുടെ സിവിലൈസേഷൻ, അതിനെ തന്നെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് മുക്കിക്കളഞ്ഞു. വെള്ളത്തിൽ മുങ്ങിയത് തൽക്കാലം ഫിറഔനും അയാളുടെ കൂടെ വന്നിട്ടുള്ള കുറെ പടയാളികളും മാത്രമാണ്. മറ്റത് ആലങ്കാരികമായിട്ടാണ്. എന്നാൽ അതേസമയം തന്നെ പിന്നീട് അധികകാലം അത് അതിജീവിച്ചിട്ടില്ല എന്നും കാണേണ്ടതാണ്. ഇതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് ആറാടിയിരുന്ന ഖാറൂനെ സംബന്ധിച്ച് പറയുമ്പോഴും ഖാറൂനെ മാത്രമല്ല, അയാളുടെ വീടടക്കം മണ്ണിന്റെ അടിയിലേക്ക് പോയി. അയാളുടെ വീടാണല്ലോ അയാൾ അഹങ്കാരിയാക്കിയത്. അയാളുടെ സമ്പത്ത്, അയാള് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന മുതല്, അതാണല്ലോ അയാൾ അഹങ്കാരിയാക്കിയത്. അതടക്കം മണ്ണിലേക്ക് അങ്ങോട്ട് അമർന്നുപോയി എന്ന് പടച്ചോൻ പറയുമ്പോൾ അതിന്റെ അടയാളങ്ങളെ പോലും നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ പിന്നീട് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുള്ള മതപൗരോഹിത്യമാണ് സാമിരി മണ്ണെടുത്തിട്ട് കഴുതക്കുട്ടിയെ ഉണ്ടാക്കി എന്നാണല്ലോ പറയുന്നത്. ഈ മണ്ണിനെ സംബന്ധിച്ച് അയാൾ തന്നെ പറയുന്നത് എന്നാണ്. ഞാന് പ്രവാചകന്റെ, മൂസ ഒരു പ്രവാചകനാണല്ലോ, അപ്പൊ ആ പ്രവാചകന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണ് ഒന്നിങ്ങോട്ട് വാരിയെടുത്തിട്ട് അതിനെ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പൊ അതിന് പ്രവാചകനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രവാചകനെ പറ്റിക്കാനുള്ള ശ്രമം. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകനോട് നേർക്കുനേരെയുള്ള വർത്തമാനത്തിൽ തന്നെ എന്താണ് പ്രവാചകന്റെ ആസാറാണ്. അതാണ് പ്രവാചകന്റെ ആസാറാണ്, തിരുശേഷിപ്പാണ്. അപ്പൊ ആ മണ്ണിനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്ന ഒരു വർത്തമാനം. അയാളെ കുറിച്ച് പറയുന്നത് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാധനത്തെ തന്നെ പൊടിച്ച് ധൂളിയാക്കി കടലിലേക്ക് ഒഴുക്കി കളയുന്നു. അപ്പോൾ ആ സാധനം തന്നെ ഇല്ലാതാവുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ലോകം പോവുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ലോകം പോവുക തന്നെ ചെയ്യും എന്ന് കാണേണ്ടതാണ്. അപ്പൊ അതിനായിട്ടുള്ള ഒരു സംരംഭം ഉണ്ടായി വരുന്നു എന്നതാണ് ലോകത്തുണ്ടാകുന്ന നാശങ്ങളുടെയൊക്കെ മറുവശം എന്ന് കാണേണ്ടതാണ്. അപ്പോഴും ഈ ഒരു ആർക്ക് നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഇന്ന് നടക്കുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ, ചില ബോധങ്ങളൊക്കെ നമുക്കുണ്ടാവണം എന്നുള്ളത് പ്രധാനമാണ്. കാരണം അതാണല്ലോ ഒരു പ്രളയം. ഇന്നത്തെ ഈ വംശീയത അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന കളവുകൾ നമ്മൾ മനസ്സിലാക്കണം. ഈ റേഷ്യൽ തിയറികൾ വെച്ചിട്ട്, ഈ വംശീയമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ വെച്ചിട്ടാണ് നാസി ഐഡിയോളജി അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ജനസൈഡിനെയും ഒക്കെ ന്യായീകരിച്ചിരുന്നത്. അത് ജൂതന്മാർക്കെതിരെയായിരുന്നു എന്ന് കാണാം. അപ്പൊ അത് അവരുടെ ഹോളോകോസ്റ്റിനെ അവർ ന്യായീകരിച്ചത് ഈ പറയുന്ന വംശീയമായിട്ടുള്ള തിയറി വെച്ചിട്ട്. ഈ ജർമാനിക് വംശം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള വംശമാണ്, കള്ളമാണ്. അങ്ങനെ ഒരു വംശം ഇല്ലല്ലോ, അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനൊരു ആശയം വെച്ചുകൊണ്ട്, അതുപോലെ ഇന്നത്തെ പൊളിറ്റിക്കൽ സയനിസം അത് അവരുടെ അപ്പാർത്തൈഡിനെയും അവരുടെ ആക്രമണങ്ങളെയും ന്യായീകരിക്കുന്നത് നാഷണലിസ്റ്റ് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ്. ദേശീയമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, ഹോംലാൻഡ്, ജൂയിഷ് ഹോംലാൻഡ്, യഹൂദർക്കുള്ള ഒരു ജന്മഗേഹം എന്നാണ് പറയുന്നത്, ജന്മഗേഹം. അപ്പൊ അത്തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ട് വംശീയമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ട് യഥാർത്ഥത്തിൽ അവര് ചെയ്യുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സത്യമുണ്ട്. അത് യഹൂദരുടെ കിതാബിലുള്ളതാണ്. യഹൂദരുടെ കിതാബിലും തോറയിൽ തന്നെ പറയുന്നതാണല്ലോ. എന്താണ് അതിന്റെ ഒരു ആത്യന്തികമായിട്ടുള്ള യാഥാർത്ഥ്യം അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്? മനുഷ്യരെല്ലാവരും ഒരുപോലെ ആദരിക്കപ്പെടുന്നവരും തുല്യരുമാണ്. എല്ലാവരും ഒരേ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, ഒരേ യാഹ്വേയുടെ സൃഷ്ടികളാണ്, ഒരേ യാഹ്വേയുടെ സൃഷ്ടികളാണ്, ഒരേ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അന്നിലക്ക് തുല്യരാണ് എല്ലാവരും. ഈ ഒരു കാഴ്ചപ്പാടാണല്ലോ തോറയിലെ പ്രവാചകന്മാരും മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഇസ്രായേലി പ്രവാചകന്മാരും. അതല്ലാത്ത വേറൊരു സംഗതിയൊന്നും അല്ലല്ലോ. എന്നിരിക്കെ ഇത്തരം അവകാശവാദങ്ങൾക്ക് എന്താണ് പ്രസക്തി? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ, ഈ ഒരു സാർവത്രികമായ, സർവലൗകികമായ, സർവകാലികമായ യാഥാർത്ഥ്യത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണേണ്ടതാണ്.
അപ്പോൾ പ്രളയം സൃഷ്ടിക്കുവാൻ പോകുന്നത് യഥാർത്ഥത്തിൽ മഴയല്ല, മറിച്ച് നുണകളുടെ പ്രളയമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാണണം. അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടുപ്പിൽ നിന്ന് പൊങ്ങിയ ആ വെള്ളമല്ല, മറിച്ച് വീടകങ്ങളിൽ പോലും പൊങ്ങിക്കൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് പോലും നുരച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന കള്ളങ്ങളുടെ ആധാരത്തിലുള്ള വംശീയ ബോധമാണ് എന്ന് കാണേണ്ടതാണ്. പലതരത്തിലുള്ള കള്ളങ്ങൾ, ചരിത്രത്തെക്കുറിച്ചുള്ള കള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ സയനിസം പറയുന്ന ഒരു വർത്തമാനമുണ്ടല്ലോ. സയനിസം എന്താണ് പറയുന്നത്? എ ലാൻഡ് വിത്തൗട്ട് എ പീപ്പിൾ ഫോർ എ ലാൻഡ് വിത്തൗട്ട് എ ലാൻഡ്. അത് അവരുടെ ജെറുസലേമിനെയും ഫലസ്തീനെയും കുറിച്ചുള്ള സിദ്ധാന്തമാണ്. അവിടെ മനുഷ്യന്മാരാരും ഇല്ലായിരുന്നു. ഈ പറയുന്ന നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ടേ, പണ്ട് മുതൽക്കേ പറഞ്ഞു വരുന്നൊരു ന്യായീകരണമാണ്. ഹെർസൽ പറഞ്ഞിട്ടില്ല. ഇതിന്റെ ആചാര്യനായിട്ടുള്ള തുടക്കക്കാരനായ ഹെർസലിനറിയാം അവിടെ ആളുകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇത്രയും മാരകമായിട്ടുള്ള കുടിയേറ്റം അയാൾ വിഭാവനം ചെയ്തിരുന്നോ എന്ന് സംശയമാണ്. അപ്പൊ നെതന്യാഹു ഈ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വർത്തമാനമാണ്. അത് തരിശായി കിടക്കുന്ന ഭൂമിയാണ്, ആളൊഴിഞ്ഞ കെട്ടിടങ്ങളാണ്, അവിടെ നമ്മൾ തിരിച്ചുപോയി പാർത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് നിഷ്കളങ്കമായ വർത്തമാനമാണ്! ആധുനിക ചരിത്രത്തെ സംബന്ധിച്ച് കള്ളം പറയുന്നു. ഇതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒന്നാമത്തെ ഘടകം, ലൈസ് അബൌട്ട് ഹിസ്റ്ററി, ചരിത്രത്തെ കുറിച്ചുള്ള കള്ളം പറച്ചൽ. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ സുപ്പീരിയോറിറ്റിയെ സംബന്ധിച്ചുള്ള കള്ളങ്ങളാണ്. മനുഷ്യർക്കുള്ള ശ്രേഷ്ഠത, ദ ആര്യൻ റേസ് ഈസ് സുപ്പീരിയർ, ജൂസ് ആൻഡ് അതേഴ്സ് ആർ സബ് ഹ്യൂമൻ എന്നതാണ് നാസിസത്തിന്റെ തിയറി. നാസിസം പറയുന്ന അതാണ്. ആര്യൻ റേസ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ആണ്. ലോകത്തിലെ മനുഷ്യവംശങ്ങളിൽ ഏറ്റവും മുന്തിയത് എന്ന് പറയുന്നത് ആര്യന്മാരാണ്. അതിൽ തന്നെ മുന്തിയത് ജർമാനിക് പീപ്പിൾ ആണ്. ബാക്കിയുള്ളവരൊക്കെ സബ് ഹ്യൂമൻ, മനുഷ്യർ പോലും അല്ല. അവരൊക്കെ ചില ഉപവിഭാഗങ്ങൾ, അവരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വലിയ ആൾക്കൂട്ടം വന്നിട്ട് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു. പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അപ്പാർത്തൈഡ് നിലനിന്നിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ജിം ക്രോ നിയമങ്ങളും മറ്റൊക്കെ നിലനിന്നിരുന്ന കാലത്ത് അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. കറുത്ത മനുഷ്യന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം വെറുതെ ആരോപിച്ചാൽ മതി, ആളുകളെ വിശ്വസിച്ചോളും. അങ്ങനെ ആരോപിച്ചിട്ട് അയാളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാൽ പോലും ഒരു നിയമം ഇടപെടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നിയമപരമായിട്ട് ആ അവസ്ഥയൊക്കെ മാറി. പക്ഷെ ഡിഫാക്റ്റോ അതെങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമാണ്. ആ ബോധം ഇപ്പോഴും അവരിൽ നിലനിൽക്കുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. നിയമങ്ങളൊക്കെ മാറിയിട്ടും. എന്നാൽ അക്കാലത്ത് നിയമങ്ങൾ തന്നെ സംരക്ഷിക്കുകയാണ്. അപ്പൊ ഒരു കറുത്ത മനുഷ്യനെ എന്തെങ്കിലുമൊക്കെ കുറ്റം ആരോപിച്ച് തല്ലിക്കൊല്ലുന്നു. പശുവിറച്ചി കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മുസ്ലിമിനെ, അല്ലെങ്കിൽ പശുവിന്റെ തോലുണക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദളിതനെ ആൾക്കൂട്ടം വന്നിട്ട് തല്ലിക്കൊല്ലുന്നു. ഈ തല്ലിക്കൊല്ലുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു മോബിന്റെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്ക് എത്രത്തോളം സാധിക്കും? അത് ഒരാള് നിലവിളിക്കുമ്പോൾ അയാളെ തല്ലാൻ അല്ലെങ്കിൽ അയാളെ തൊഴിക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? നമുക്കൊരിക്കലും സാധിക്കില്ല. അത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കള്ളങ്ങളാൽ പാകപ്പെടുത്തപ്പെട്ട മനസ്സ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. അത് വേറെന്തോ ഒന്നായിട്ട് മാറും. അതാണ് ഒരു എന്താ പറയുക, ഒരു ഡീഹ്യൂമനൈസേഷൻ, ഒരു അമാനവവൽക്കരണം നടക്കുകയാണ്. അവർ മനുഷ്യരല്ലാത്ത വേറെന്തോ ഒരു സാധനമായിട്ട് മാറുകയാണ് എന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇപ്പോഴത്തെ ഈ സ്വേച്ഛാധിപതി അയാൾക്ക് എങ്ങനെയാണത് സാധിക്കുന്നത്? അയാൾ നേരെ കൺമുന്നിൽ അയാളും കാണുന്നതല്ലേ ആളുകൾ നിലവിളിക്കുന്നത്, ആളുകൾ ആക്രമിക്കപ്പെടുന്നത്. അയാളുടെ കൽപ്പന പ്രകാരമല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ലോകം മുഴുവൻ എതിർത്തിട്ടും നാശത്തിലേക്കാണ് പോക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ലോകത്ത് അല്പസ്വല്പമൊക്കെ മനുഷ്യത്വം എല്ലാവരിലും ബാക്കി നിൽക്കുന്നത് കൊണ്ട് ആളുകളൊക്കെ സജീവമായി രംഗത്തിറങ്ങുന്നു. ഈ രംഗത്തിറങ്ങുന്ന എല്ലാവരുടെയും പൊളിറ്റിക്സിനെ നമ്മൾ അങ്ങോട്ട് പൂർണ്ണമായും വിശ്വസിക്കേണ്ടതില്ലെങ്കിൽ പോലും നിലവിൽ അതൊരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ചും കടുത്ത വലതുപക്ഷ ബോധം വെച്ച് പുലർത്തിയിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഈ അടുത്ത കാലത്ത് ഫ്രാൻസിൽ കുറെ മുസ്ലിം വിരുദ്ധ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മദ്രസകൾക്കെതിരെ, അതുപോലെ ഹിജാബിനെതിരെ ഒക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മനുഷ്യനാണ് ഇതിനൊരു വല്ലാത്തൊരു നേതൃത്വം കൊടുത്തത് എന്നത് രസകരമാണ്. അയാളുടെ നേതൃത്വത്തിലാണ് ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കണം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. സൂക്ഷ്മ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിലുള്ള രാഷ്ട്രീയമാവില്ല അവർ വെച്ച് പുലർത്തുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനമാണ്. അപ്പൊ അങ്ങനെയുള്ള ചലനങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. UNGA ഒരു വലിയ രാഷ്ട്രത്തലവൻ പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ കൂവി വിളിക്കുന്നു ഗാലറിയിൽ നിന്ന് ആളുകൾ. 100-100 ചില്ലാനും രാജ്യങ്ങളുടെ പ്രതിനിധികൾ വാക്കൗട്ട് ചെയ്യും. ഇതൊക്കെ ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അടയാളങ്ങൾ കൂടി മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് കാണേണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കള്ളങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കില്ല?
മാത്രവുമല്ല ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഈ ആർക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അതിന്റെ അടയാളം തന്നെയാണ് ഇന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ചെറുകപ്പലുകളുടെ കൂട്ടത്തിനാണ് ഇംഗ്ലീഷിൽ ഫ്ലോട്ടില്ല എന്ന് പറയാം. സുമൂദ് ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഗസയിലേക്ക് പോകുന്ന ആ കപ്പലുമായി ബന്ധപ്പെട്ടാണല്ലോ കഴിഞ്ഞ 2-3 ദിവസത്തെ വാർത്ത. ആരാണ് അതിലേക്കൊക്കെ പോകുന്നത്? മനുഷ്യരായിട്ടുള്ളവർ പോവുകയാണ്. ആ കപ്പൽ ഇങ്ങനെ കണ്ടപ്പോഴും ഒരു ആർക്ക് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ പണി ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും തന്നെ ഈ ലോകത്തെ സംബന്ധിച്ചോ പരലോകത്തെ സംബന്ധിച്ചോ നിരാശനാവാൻ ഒരു മുഅ്മിൻ അധികാരമില്ല എന്ന് കാണേണ്ടതാണ്. കാരണം അത്രമേൽ വലുതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. പക്ഷെ അള്ളാഹുവിന്റെ പ്രവൃത്തിക്ക് അവൻ്റെതായ സമയമുണ്ടാകും എന്നും ഖുർആൻ തന്നെയാണ് പറയുന്നത് എന്നും നമ്മൾ തിരിച്ചറിയണം. അവിടെ ആ രൂപത്തിലൊക്കെ അതുപോലെ തന്നെ ഈ ഒരു വിഭാഗത്തെ അപകടകാരികളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള നുണകൾ, ഇങ്ങനെയുള്ള നുണകളുടെ ഒരു വലിയ പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദുത്വമൊക്കെ അത്തരം നുണകളെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ലോകത്തെമ്പാടുമുള്ള ഈ പറയുന്ന വലതുപക്ഷ വംശീയമായിട്ടുള്ള ബോധം, മനുഷ്യവിരുദ്ധമായിട്ടുള്ള നുണകൾ, ഇതിനെയൊക്കെ അതാത് സമയത്ത് തന്നെയും വളരെ സംയമനത്തോടുകൂടി പ്രതിരോധിക്കാൻ സാധിക്കുക എന്നത് പ്രധാനമാണ്. അപ്പോഴാണ് നമ്മളും ഈ ആർക്കിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാവുക എന്ന് തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ കണ്ടെത്തണം എന്ന് തന്നെയല്ല, അതിന്റെ നിർമ്മാണത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്യണം. അവർക്ക് വേണ്ടി നിലകൊള്ളുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പറയുകയും അവർക്ക് വേണ്ടി എഴുതുകയും ചെയ്തുകൊണ്ട് നമ്മൾ അവരോടൊപ്പം ആയിരിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ബാധ്യതയാണത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഫലസ്തീനിനെയും അവിടുത്തെ നിവാസികളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും അവർക്ക് വിജയം നൽകുകയും ചെയ്യുമാറാകട്ടെ.